ഓണക്കാലമായാൽ പ്രേക്ഷകരെ കാണാൻ NCTVയുടെ മാവേലിയെത്തും. 18 വർഷമായി NCTVയുടെ മാവേലി നാട്ടിൽ എന്ന പരിപാടിക്ക് വേണ്ടി മാവേലി വേഷം ധരിക്കുന്നത് പറപ്പൂക്കര രാപ്പാൾ സ്വദേശിയായ മനോജ് മുകുന്ദനാണ്. ഇപ്പോൾ മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് മനോജ്. പഞ്ചായത്തിലെ ആഘോഷത്തിലും കുടുംബശ്രീ സംസ്ഥാന ഓണ വിപണന മേള ചടങ്ങിലും മനോജ് തന്നെയായിരുന്നു മാവേലി വേഷം ധരിച്ചത്. ഓണത്തിന് ശരിക്കും മാവേലി നമ്മളെ കാണാൻ വരുമോ? കുട്ടിക്കാലത്തെ പ്രധാന സംശയങ്ങളിൽ ഒന്നാണിത്. അതിനുത്തരമായി പലപ്പോഴും നമ്മുടെ മുന്നിൽ മാവേലി എത്താറുണ്ട്. കുടവയറും കൊമ്പൻ മീശയും മിന്നുന്ന വസ്ത്രങ്ങളും സ്വർണ്ണ കിരീടവും ഓലക്കുടയും ഒക്കെയായി ഒരു മാവേലി. കാഴ്ചക്കാരിൽ കൗതുക കാഴ്ച നിറയ്ക്കുന്ന വേഷപ്പകർച്ച ഏറെ ഇഷ്ടത്തോടെയാണ് മനോജ് ഏറ്റെടുക്കുന്നത്. NCTV ചാനലിൽ 2008 ഓണക്കാലത്ത് മഹാബലി വേഷം കെട്ടിയാണ് തുടക്കം. തുടർന്ന് മറ്റു പ്രാദേശിക ചാനലുകളിലും മനോജിന്റെ മഹാബലി ശ്രദ്ധിക്കപ്പെട്ടു. കൂടാതെ ജില്ലയിലെ ഒട്ടനവധി കലാ സാംസ്കാരിക സദസ്സുകളിൽ മഹാബലിയായി മനോജ് തിളങ്ങി. നാടകങ്ങളിലും മറ്റും ഭീമൻ, ഹിരണ്യകശിപു, രാവണൻ തുടങ്ങിയ പുരാണ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഇദ്ദേഹം അഭിനയ രംഗത്തും സജീവമാണ്. 2023 തൃശൂരിൽ അയ്യന്തോൾ വിഭാഗത്തിനു വേണ്ടി നടന്ന പുലിക്കളിയിൽ അവതരിപ്പിച്ച വേഷം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. അന്ന് അയ്യന്തോളിനായിരുന്നു 1ാം സമ്മാനം. വലിയ വയറുണ്ടായിരുന്ന അന്ന് 123 കിലോ ആയിരുന്നു മനോജിന്റെ ശരീരഭാരം. ഇപ്പോൾ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ ചെലുത്തി ശരീരഭാരം കുറച്ചുകൊണ്ടിരിക്കുകയാണ്. മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് മനോജ് മുകുന്ദൻ. മറ്റത്തൂർ, തൃക്കൂർ, പറപ്പൂക്കര എന്നീ പഞ്ചായത്തുകളിലും കാസർഗോഡ് ജില്ലയിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ ഓണാഘോഷത്തിന്റെ ഭാഗമായി മഹാബലിയായിരുന്നു. പറപ്പൂക്കര രാപ്പാളാണ് മനോജിന്റെ സ്വദേശം. പത്രപ്രവർത്തകനായും ചാനൽ അവതാരകനായും KSRTC കണ്ടക്ടറായും അനവധി വർഷം ജോലി ചെയ്തു. ചെങ്കോട്ടുകോണം സ്വാമി സത്യാനന്ദ സരസ്വതി ആരംഭിച്ച പുണ്യഭൂമി ദിനപത്രത്തിൽ സബ് എഡിറ്ററായി ജോലി ചെയ്തിരുന്നു. മനു രാപ്പാൾ എന്ന പേരിലാണ് കോളങ്ങൾ ചെയ്തിരുന്നത്. ഓണനാളുകൾ മനോജിന് വലിയ തിരക്കാണ്. പലയിടത്തു നിന്നും മഹാബലിയെ തേടി വിളി വരുന്നു. എന്നാൽ പലതും ഒരേ ദിവസങ്ങളിലായതിനാൽ ചിലതൊക്കെ ഒഴിവാക്കേണ്ടി വരുന്നു. ഓണനാളുകളിൽ മഹാബലി വേഷം ധരിച്ച് പ്രജകൾക്ക് മുൻപിൽ എത്തുകയെന്നത് മനോജിന് ലഹരിയാണ്. പുതുക്കാട് NCTV ചാനലിൻ്റെ ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായിട്ടാണ് 2007-2008 കാലത്ത് മാവേലി എന്നുള്ളൊരു റോഡ് ഷോ തുടങ്ങിയത്. അപ്പോൾ ആദ്യത്തിൽ സ്ഥാപനങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകൾ, സ്കൂളുകൾ, പോലീസ് സ്റ്റേഷൻ, ഹോസ്പിറ്റൽ, പിന്നെ മാർക്കറ്റുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മാവേലിയായിട്ട് ചെല്ലുക, അവിടെ ജനങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, അങ്ങനെയുള്ള ഓരോ പ്രോഗ്രാമുകളായിരുന്നു. അത് ചാനലിലൊക്കെ അങ്ങനെ ലൈവായിട്ടും അല്ലെങ്കിൽ പിന്നീട് എഡിറ്റ് ചെയ്തൊക്കെ ചാനലിൽ വന്നപ്പോൾ ധാരാളം ആളുകൾക്ക് അത് ഇഷ്ടമായിരുന്നു, കാണാൻ മാവേലിയായിട്ട്. പിന്നെ അന്ന് എനിക്കെന്ന് വെച്ചാൽ നല്ല ശരീര വലിപ്പമുണ്ട്, ഭാരമുണ്ട്. അപ്പോൾ അത് മാവേലി എന്നുള്ള ആ ഒരു സങ്കല്പത്തിലേക്ക് അത് വളരെ സ്യൂട്ടായിരുന്നു, ആളുകൾക്ക് അത് ഇഷ്ടമായി. അതുകൊണ്ട് അപ്പോൾ അത് പിന്നെ ഒരു കഴിഞ്ഞൊരു 18 വർഷമായിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് എല്ലാ വർഷവും ഓണക്കാലമാകുമ്പോൾ ഒരു 4-5 ദിവസം ലീവ് എടുക്കും. പിന്നെ അവധി ദിവസങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ കുറച്ച് ദിവസം മാവേലിയായിട്ട് പോകാറുണ്ട്.